ഒന്നുമില്ല. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചുകൊണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പുറകെ അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടു തന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഹായ്, നമസ്കാരം. ഷൈനിയും മക്കളും മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. എന്നിട്ടും ഇതിന് ഉത്തരം ശരിയായിട്ട് കിട്ടുന്നില്ല. സ്വന്തം മക്കളെ ഇഷ്ടമില്ലാത്ത വീട്ടുകാരും കാണത്തില്ല, ചുരുക്കമാണത്. ഇഷ്ടമില്ലാത്തൊരു ചുരുക്കമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഷൈനിയുടെ അച്ഛന് ഷൈനിയും മക്കളും തീരെ താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ഇപ്പം നടന്ന ആ ഷൈനി ആ മക്കളെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ദൃശ്യം നമ്മുടെ നെഞ്ചിലൊക്കെ ഏതൊരു വ്യക്തിയുടെയും ഷൈനിയുടെ സ്വന്തം അല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു വീഡിയോ ആ ഒരു ഷൈനി കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ നെഞ്ച് പൊള്ളും. ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിനും ഇതുപോലൊരു അവസ്ഥ വരരുത്. സ്വന്തം മാതാപിതാക്കൾ ആ ഒരു വ്യക്തി ഇത്രയും സ്നേഹത്തോടെ കരുതലോടെ നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു മരണം ഇവിടെ സംഭവിക്കത്തില്ലായിരുന്നു. നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് വെറും 9 മാസം ആയിട്ടേ ഉള്ളൂ. ആത്മഹത്യ പ്രവണത ഇല്ലാതിരുന്നിട്ടും ഈ സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം ആത്മഹത്യ പ്രവണത ഉണ്ടായി. അതിൻ്റെ കാരണം എന്തുവാണ്? അതിൻ്റെ കാരണം ഒന്നുകിൽ ഈ സ്വന്തം വീട്ടുകാർ തന്നെയായിരിക്കും. കാരണം ഒരുപാട് തെളിവുകൾ ഇപ്പം വരുന്നുണ്ട്. അത് ഒരാൾ ചോദിക്കുന്ന ആൻസർ ചിരിച്ച് പണ്ടെങ്ങോ നടന്ന കാര്യം പോലെയാണ് ആൾ വിവരിക്കുന്നത്. ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതിയായിട്ട്. അപ്പം അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആകിയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. എൻ്റെ പരാതി കൊടുത്തിരുന്നില്ലേ? പിന്നെ എവിടേക്കാണ് പരാതി കൊടുത്തത്? ഫാമിലി കോർട്ടിലും ഏറ്റുമാനൂർ തൊടുപുഴ സ്റ്റേഷനിലും. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതവർ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും വെക്കേണ്ടതാണ്. സർക്കാർ അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ട് കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക്. മകളുടെ 2 മക്കളാണ്, പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് എന്നുള്ള ഒരു സങ്കടം ആ അമ്മയുടെ അച്ഛൻ്റെ മുഖത്ത് കാണാനേ ഇല്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഇത് എന്തൊരു സംസാരമാണ്. ഇത് എത്രയോ വർഷങ്ങളായി മരിച്ചതുപോലെയാണ് ആൾ പറയുന്നത്. ഈ 9 മാസത്തിന് മുന്നേ നോബിയുടെ വീട്ടിൽ ഈ കത്തനാരെന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നാണ് ആ ഷൈനിയെ രാവിലെ മുതൽ രാത്രി വരെ അടിച്ചെന്നാണ് പറയുന്നത്. അതിന് ശേഷം ഇറക്കി വിട്ടതിന് ശേഷമാണ് ഈ നോബിയുടെ ബന്ധുക്കൾ തന്നെയാണ്, അയൽവാസികളുടെ ബന്ധുക്കൾ എന്നൊക്കെയാണ് പറയുന്നത്. അവർ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയും മൂത്ത കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന് പരാതി കൊടുത്ത് ആ മൂത്ത കുട്ടിയും കൂടെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷമാണ് ഇത്രയും. എന്നിട്ടും ഷൈനി ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അലങ്ങിയിട്ടുണ്ട്. അതിന് ഈ അപ്പൻ പറയുന്നത് വേറൊരു രീതിയാണ്. 12 വർഷമായില്ലേ, ഇനിയിപ്പോൾ അതിനുള്ള ഇത് കിട്ടാൻ പാടായിരിക്കുന്നു. ഒരു അച്ഛൻ പറയുന്നതാണ്. അച്ഛൻ എല്ലാത്തിനും കൂടെ നിന്നിട്ട് അച്ഛൻ പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ തന്തപ്പടി ഈ കുര്യാക്കോസും ഭാര്യയും ആ സ്ത്രീയുടെ മുഖത്ത് ഒരല്പം പോലും സ്വന്തം മകളാണ് എന്നുള്ളൊരു സങ്കടം പോലും ആ സ്ത്രീയുടെ മുഖത്ത് കാണില്ല. അവർക്ക് വയ്യാത്ത ആയിരിക്കാം, പക്ഷെ എന്നാലും എല്ലാ അമ്മമാരും പറയും എൻ്റെ മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന എല്ലാ അമ്മമാരും പറയും. പക്ഷെ ആ സ്ത്രീ അവിടെ മിണ്ടുന്നില്ല. ആളും അങ്ങനെയാണ്. ആ തന്തപ്പടി പറയണ നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന്. പേടിയാണെന്ന് അയാൾക്ക് എന്തോ പേടി. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് മകൾ മരിക്കാൻ കാരണമായിട്ടുള്ള ആൾക്കാരെ കോടതി കയറ്റണം, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അങ്ങനെയുള്ള ഒരു മൈൻഡ് ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഈ ഷൈനി ഇത്രയും നാൾ ജോലിക്ക് തേടി അല്ലെങ്കിൽ സ്വന്തം വീട്ടിനടുത്തുള്ള സ്വന്തം അയൽവാസി നേഴ്സിംഗ് ഹോം നടത്തുന്നുണ്ട്. അവിടെ ജോലിക്ക് ചോദിച്ച് അവസാനം ഷൈനിയുടെ കഷ്ടപ്പാട് കൊണ്ട് അവിടെ ഒരു ജോലി കൊടുത്തു. ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് തന്നെയാണ് ആൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലും ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ദുഷ്ടനായ ഈ വ്യക്തി അതില്ലാണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ച് കളിച്ച് വന്നിരുന്ന് സംസാരിക്കുകയാണ്. സ്വന്തം മകളാണ് മരിച്ചത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്ത ഒരു നാറിയ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. ആ ഷൈനി മക്കളെയും വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്ന നെഞ്ച് പൊള്ളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഇളയ കുട്ടി വരുന്നില്ല. അതിനെയും വിളിച്ചിട്ട് 4:45 അടുപ്പിച്ചാണ്. ആ ഒരു പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിച്ചാൽ കുറച്ച് നേരം സമാധാനം കിട്ടും എന്നുള്ള ഒരു ഇതിലായിരിക്കും ആ പിള്ളേർ പോയത്. ആ പിള്ളേർ ഇതിനാണ് പോകുന്നതെന്ന് ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരാൾക്കും ഇതുപോലെ അവസ്ഥ വരരുത്. ഒരാൾ പോലും നമ്മളെ സഹായിക്കാനില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ തുടങ്ങി എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് 3 മക്കളുണ്ട്. 3 മക്കളിൽ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടും അല്ലാത്തത് കൊണ്ട് ഈ ഷൈനി ഒന്നുകിൽ ഇഷ്ടമില്ലാഞ്ഞിരിക്കാം. മരണത്തിന് ചടങ്ങിന് ദൂരെ നിന്നാണ് ജോലി കളഞ്ഞിട്ടാണ് ആൾക്കാർ അവരുടെ 2 മക്കളും വന്നിട്ട് പോയെന്ന്. ജോലി ഭയങ്കര കഷ്ടപ്പെട്ടാണ് വന്നത്. ജോലി ആ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഷൈനിക്ക് കൊടുത്തെങ്കിൽ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നു. എല്ലാവർക്കും പണം. സത്യം പറഞ്ഞാൽ ഈ കുര്യാക്കോസിനെ ആ അമ്മയെ എടുത്ത് കുടങ്ങിയാൽ നന്നായിട്ടുള്ള ആൻസർ കിട്ടും. ഈ 2 എണ്ണത്തിനും അറിയാം. ഇവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് 2 എണ്ണത്തിനും അറിയാം. കാരണം
എന്നിട്ട് ഒരു ആത്മഹത്യ പോലും ചെയ്യാൻ തോന്നാത്ത ഷൈനി ഈ വീട്ടിൽ വന്നിട്ടാണ് ഇത്രയും ഒരു മാനസിക പ്രശ്നത്തിലോട്ട് പോയതും ഈ മക്കളെ കൊണ്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടാണ്. ഇതൊരു അച്ഛനും തന്നെയാണ് കൂടുതൽ ഉത്തരവാദിത്തം. പക്ഷേ ഇങ്ങനെ ഒരു അച്ഛനെ ഞാൻ എൻ്റെ ലോകത്ത് കണ്ടിട്ടില്ല. അച്ഛൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുത്തനെ കിട്ടാണ്ടിരിക്കണമെന്ന് നല്ല. ഇതൊന്നും അച്ഛനല്ല. ഈ നോബി എന്ന് പറയുന്ന വ്യക്തി അച്ഛനല്ല, ഷൈനി എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനും ഒരിക്കലും ഒരു നല്ലൊരു അച്ഛനും മാതാപിതാക്കളെ അല്ല. അവർക്ക് ഒരു പക്ഷേ ഈ ഷൈനിയെ ഇഷ്ടമില്ലായിരിക്കാം, ബാക്കിയുള്ള 2 മക്കളെ ഇഷ്ടമായിരിക്കാം. ഇയാളൊരു വഴക്കാളിയാണെന്ന് കൃത്യമായിട്ട് ആ അപ്പുറത്തെ അയൽവാസി തൊട്ടും തൊടാതെയാണെങ്കിലും അയാൾ പറയുന്നുണ്ട്, പേടിച്ചിട്ടാണെങ്കിലും. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു മക്കളോടും ചെയ്യാൻ പാടില്ല. ഒരു കൈ സഹായം കൊടുത്തിരുന്നെങ്കിൽ ആ ഷൈനി ജീവനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പിള്ളേർ സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന ആ ഒരു CCTV ദൃശ്യം കാണും. സത്യം പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുതേ എന്നാണ് പറയുന്നത്. സഹായം ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. ഇതാണ് ഒറ്റപ്പെടല. എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കും ഷൈനി സ്വന്തം വീട്ടിൽ വന്നിട്ട് ആ ഒരു ജോലി വരെ ഈ തന്തപ്പടി കാരണം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തന്തപ്പടി ഒറ്റ ഒരാളാണ് ഈ ഷൈനിയുടെ ജോലി ഇല്ലാണ്ടാക്കിയത്, അല്ലാണ്ട് വേറെ ആരില്ല. ആ തൊട്ടടുത്ത വീട്ടിൽ ഈ അയൽവാസിയായിട്ട് ഭയങ്കര വഴക്കാണെങ്കിൽ അദ്ദേഹം ഈ ഷൈനിയുടെ വിഷമങ്ങൾ കേട്ടിട്ട് ആണ് അവിടെ ജോലി കൊടുത്തത്. 4 മാസം അയാൾ പൂർത്തിയാക്കി അവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇയാൾ എന്തൊരു മനുഷ്യനാണ്? ഇയാളൊരു അച്ഛനാണോ? ഇയാൾ എന്ത് അച്ഛനാണ്? എന്നാലും ഈ പുറത്തുള്ള ആൾക്കാർക്കും വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും സങ്കടമുണ്ട്. ഈ സ്വന്തം അച്ഛന് പോലും ഒരു കണ്ണുനീരോ, അയാൾ മറ്റേ എന്ത് ചിരിച്ച് കളിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊരു മനുഷ്യനാണിത്? ഇതാണ് ഒരു മനുഷ്യയെ. എന്തായാലും ഈ വീട്ടുകാർക്ക് നല്ലൊരു പങ്കുണ്ട്. വീട്ടുകാർ 2 എണ്ണം എടുത്ത് കുടങ്ങിയാൽ ഈ തന്തപ്പടിയുടെ മാറ്റത്ത് തന്നെ പലതും വരും. അച്ഛൻ പേടിയാണെന്ന്, പേടി. സ്വന്തം മകളെ ഒറ്റ കൊടുത്തതും കൊല്ലം ഇടയാക്കിയത് ഈ തന്തപ്പടി തന്നെയാണ്. എന്നിട്ട് സ്വന്തം വീട്ടിൽ നിന്നാണ് ആ 3 പേര് ഇറങ്ങി പോയിരിക്കുന്നത്. ആ കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ നെഞ്ച് തകരുന്നതൊക്കെ അത് പോകുന്നില്ല, അത് പുറകിലോട്ട് വലിക്കണം. അതിന് വലിച്ചുകൊണ്ട് വീണ്ടും പോവാണ്. എന്നാൽ നീ പോയി ആ കുറച്ച് നേരം ഒരു പള്ളിയിലിരിക്കേ. സത്യം പറഞ്ഞാൽ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഷൈനി ഈ ഒരു രീതി തിരഞ്ഞെടുത്തതെന്ന് തന്നെ പറയും. കാരണം ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. 2 പെൺമക്കളെയും കൊണ്ടിട്ട് ആളെങ്ങനെ പോകും? വീട്ടിൽ നിന്നിട്ട് വീട്ടുകാരും നോക്കുന്നുണ്ട്, ബന്ധുക്കളും കുത്തി നോക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാരും നോക്കുന്നുണ്ട്. എന്തൊരു ജീവിതം ദൈവമേ! ഇതൊക്കെ കണ്ടിട്ട് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഈ സ്ഥാനത്ത് ഈ തന്തപ്പടി എന്ന് പറയുന്ന ആളില്ലാണ്ട് ഒരു അമ്മ, നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ അവർ ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തിയെ മക്കളെ കൊണ്ട് കൂടെ നിർത്തുമായിരുന്നു. കൂടെ നിർത്തി ഇവർ ദ്രോഹിക്കത്തില്ല. ഇതിപ്പോൾ 3 മക്കളുണ്ടായിരുന്നെങ്കിൽ ഈ ഷൈനിയെ മാത്രമാണ് ഇയാൾ ദ്രോഹിച്ചിരിക്കുന്നത്. ഇയാളെ പിടിച്ച് കുടങ്ങിയാൽ മാത്രം മതി. 9 മാസം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്നിട്ട് ഇത്രയും നാളില്ലാത്ത ഒരു ഇത് ഈ ഷൈനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഷൈനിയുടെ അപ്പനും അമ്മയ്ക്കും മാത്രം തന്നെയാണ്, വേറെ ആർക്കുമല്ല. പക്ഷേ എന്തോ ഭയങ്കര നമ്മൾ ഉള്ളിലേക്കുന്നൊരു സംഭവമായിപ്പോയി. സ്വന്തം 2 പെൺമക്കളെയും കൊണ്ട് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ റെയിൽവേ പാളത്തിലൊക്കെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ചങ്കെടുപ്പ് തന്നെയാണ്. എന്തായാലും ഇത്രയും വീഡിയോ കാണുന്നവർക്കും സത്യം പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ഷൈനിയെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും ഷൈനിക്ക് നീതി കിട്ടണമെന്നുള്ളൊരു ഇതുകൊണ്ട് മരിയും. സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിലും കിടക്കാനുള്ള സമാധാനം ഇല്ല, ഭർത്ത വീട്ടിലും ഇല്ല, ഒരിടത്തും ഇല്ലാതെ എവിടെ പോയി കിടക്കും? കയ്യിൽ 10 പൈസയും ഇല്ല, ഒരു വീടെടുത്ത് മാറാനും ഇല്ല, നിവർത്തിയില്ല, ഒരിടവും ജോലി ചെയ്യാനും അനുവദിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഷൈനി ഇത്രയും ഇതായിട്ട് ചെയ്തത്. പക്ഷേ സഹിക്കുന്നില്ല കേട്ടോ, സഹിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഈ തെറ്റ് ചെയ്യാൻ കൂടെ നിന്നവർക്കൊക്കെ ശിക്ഷ കിട്ടണമെന്ന് പറയണം. കോടതി എന്ന് പറയുന്നൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ എന്തായാലും സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം അപ്പനാണെങ്കിലും ചെയ്യുന്ന തെറ്റിന് ആ പിഞ്ച് മക്കളുടെ മനസ്സ് വേദനിച്ചതിനെങ്കിലും ദൈവം കൊടുക്കും. അതാണെങ്കിൽ ആ 2 മക്കളുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചു. ഷൈനിയെ പോലെ തന്നെയായിരിക്കും ആ മക്കളുടെ, പക്ഷെ അവർ ഇനിയും ജീവിക്കാനുള്ളതാണ്. അപ്പം അതിൻ്റെ ശാപമൊന്നും ഒരിക്കലും മാറത്തില്ല.